കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇന്ന് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ അത്തം നഗറിൽ രാവിലെ 9:30 അത്തച്ചമയ ഘോഷയാത്ര നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി രാജു അത്തപ്പതാക ഉയർത്തും. നഗരം ചുറ്റി ഘോഷയാത്ര 3 മണിയോടെ അത്തച്ചമയ ഘോഷയാത്ര അത്തം നഗറിൽ തിരികെ എത്തും. ഘോഷയാത്രയുടെ ഒരുക്കങ്ങളുമായി തൃപ്പൂണിത്തുറയിൽ നിന്ന് ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാം, ഈ അത്തച്ചമയ ഘോഷയാത്ര ഇനിയിപ്പോൾ ഓണത്തിന്റെ ആ ആഘോഷങ്ങളിലേക്കുള്ള ഒരു തുടക്കം കൂടിയാണ്. വർണ്ണ കാഴ്ചകൾ ഒരുപാടുണ്ട്, നിശ്ചല ദൃശ്യങ്ങൾ ഉണ്ടാകും, താളമേള വാദ്യങ്ങൾ ഉണ്ടാകും. എങ്ങനെയാണ് ഒരുക്കങ്ങൾ ചെയ്യാം? ഇക്കുറി ഒരു വലിയ ഒരു ആഘോഷ തിമിർപ്പിലേക്കില്ല എങ്കിൽ പോലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത്തം അത് സ്വാഭാവികമായിട്ടും അത്തം മുതൽ 10 നാൾ തിരുവോണം വരെ ഒരു ഓണാഘോഷത്തിൻ്റെ രാവുകളാണ്. അതിന് തുടക്കം കുറിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയത്തിനാണ് സ്വാഭാവികമായിട്ടും ഈ തുടക്കം ഇടുന്നത്. ആ തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയത്തിൽ നമ്മളിപ്പോൾ കാണുന്ന തൊട്ടപ്പുറത്ത് കാണാം ആ പതാക ഉയർത്തുന്നതോടുകൂടി അതിൻ്റെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് തുടക്കമാകും. ഇന്നലെ വൈകിട്ട് രാജകുടുംബാംഗത്തിൽ നിന്നും പതാക തൃപ്പൂണിത്തുറ നഗരസഭ ചെയർപേഴ്സൺ ഏറ്റുവാങ്ങി. അത് ഇന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ രാവിലെ 9:30 ഇവിടെ പതാക ഉയർത്തുന്നതോടുകൂടി ഈ അത്താഘോഷ ചടങ്ങുകൾക്ക് തുടക്കമാവുകയാണ്. പിന്നീട് ഒരു വർണ്ണാഭമായ ഒരു ഘോഷയാത്രയാണ്. വിവിധങ്ങളായിട്ടുള്ള നിരവധിയായിട്ടുള്ള ഒരുപാട് കലാപ്രകടനങ്ങൾ ഇതിനൊപ്പം അണിനിരക്കും. അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള ടാബ്ലോയിഡുകളുണ്ട്. ഇതെല്ലാം ഇതിനൊപ്പം ഇന്ന് അണിനിരക്കും. നമുക്കറിയാം, വയനാട്ടിലുണ്ടായ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വയനാട്ടിലുണ്ടായ മണ്ണിടിച്ചിലും മറ്റും അതിനെ തുടർന്ന് ആദ്യഘട്ടത്തിൽ ഇക്കുറി അത്താഘോഷമൊക്കെ വളരെ കുറച്ച് മതി എന്നതായിരുന്നു. പക്ഷേ എങ്കിൽ പോലും നിരവധിയായിട്ടുള്ള കലാകാരന്മാർ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ അവരുടെയൊക്കെ ഒരു ഉപജീവനം കൂടിയാണ്. ഇതൊക്കെ കൂടി കണക്കെടുത്തുകൊണ്ടാണ് ഇക്കുറി വലിയ രീതിയിൽ തന്നെ, എന്നാൽ ആഘോഷത്തിന് മാറ്റു കുറയ്ക്കാതെ വിവിധങ്ങളായിട്ടുള്ള കലാരൂപങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് ഒരു വലിയൊരു സ്കൂൾ ഗ്രൗണ്ടാണ്. ഇന്ന് മുതൽ ഇതിപ്പോൾ അത്തം നഗറെന്ന് അറിയപ്പെടും. ഇതിനോട് ചേർന്ന് നിരവധിയായിട്ടുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെയും മറ്റുമൊക്കെ ഈ 10 ദിവസക്കാലം ഇവിടെ വലിയൊരു ഉത്സവം പോലെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളുണ്ട്. രാത്രി അടക്കം നിരവധിയായിട്ടുള്ള കലാപ്രകടനങ്ങൾ ഇവിടെ അരങ്ങേറും ഈ അത്തം നഗറിൽ. ഈ തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചിടത്തോളം തൃപ്പൂണിത്തുറയുടെ ഈ ഒരു ഓണാഘോഷം എന്ന് പറയുന്നത് ഇന്ന് മുതൽ തുടങ്ങുകയാണ്. കേരളത്തിലെ മൊത്തത്തിലുള്ള ഓണാഘോഷത്തിന് തുടക്കമാകുന്നതും ഈ തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. ഇതിനൊരു ചരിത്രമുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഈ തൃപ്പൂണിത്തുറയിലെ ഇത് രാജവീതിയാണ്. ഈ രാജവീതിയിൽ പ്രജകളെ കാണുവാൻ വേണ്ടി അത്തം നാളിൽ എത്തിയിരുന്ന ഒരു ആഘോഷം പിന്നീട് അത് 1961 കാലഘട്ടത്തിലേക്ക് പിന്നീട് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ഓണാഘോഷമായി ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ തുടരുകയാണ്. ഇപ്രാവശ്യം നമുക്കറിയാം, നമ്മൾ വയനാട്ടിൽ നേരിട്ട ഒരു ദുരനുഭവം, അതൊക്കെ നിരവധിയായിട്ടുള്ള ആളുകൾ നമുക്ക് നഷ്ടപ്പെടുകയും ഒക്കെ ഉണ്ടായി. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ തോതിലുള്ള ആഘോഷമില്ല എങ്കിൽ പോലും ഓണം മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാകാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ അത്താഘോഷവും അത്തത്തിനോടനുബന്ധിച്ച് ഇനി 10 നാൾ ഇനി കഴിഞ്ഞ കാല നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം അതെല്ലാം തന്നെ വിസ്മൃതിയിലാന്തിക്കൊണ്ട് ഒരു പുതിയ പ്രതീക്ഷയൊക്കെ കൂടി നൽകുന്ന ദിനങ്ങളൊക്കെ കൂടിയാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്ത് പുത്തൻ പ്രതീക്ഷകളും പുത്തൻ ചിന്തകളുമൊക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം എന്ന ഒരു കാഴ്ചപ്പാട് കൂടി ഇത് മുന്നോട്ട് വയ്ക്കുന്നു. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അതിനുള്ള ഒരുക്കങ്ങളും മറ്റുമൊക്കെ നടക്കുന്നതേ ഉള്ളൂ. രാവിലെയോടുകൂടി വിവിധങ്ങളായിട്ടുള്ള ടാബ്ലോയിഡുകളും ഒക്കെ ഇവിടെ എത്തുന്നതേ ഉള്ളൂ. 9:30 ശേഷമാണ് ഇവിടെ നിന്ന് കലാപ്രകടനങ്ങളും മറ്റുമൊക്കെ ആരംഭിക്കുക. ഈ കലാപ്രകടനങ്ങൾ ഈ നഗരം മൊത്തം ചുറ്റി തിരികെ ഈ അത്തം നഗറിൽ പ്രവേശിക്കുന്നതോടുകൂടി ഇന്നത്തെ ഈ ഔദ്യോഗികമായ ചടങ്ങിന് പരിസമാപ്തിയാകും. പിന്നീട് 10 നാൾ ഈ തൃപ്പൂണിത്തുറയിൽ വിവിധങ്ങളായിട്ടുള്ള ആഘോഷങ്ങളാണ്. ഒരു മുമ്പൊക്കെ വലിയ രീതിയിലുള്ളൊരു ആഘോഷരാവൊക്കെയാണ് കഴിഞ്ഞ വർഷം അത്താഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടൻ മമ്മൂട്ടിയായിരുന്നു ഈ അത്തച്ചമയ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തത്. ഇക്കുറി നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ പതാക ഉദ്ഘാടനം ചെയ്ത് പി രാജീവ് ഈ പതാക ഉയർത്തി ഈ ചടങ്ങിന് തുടക്കം കുറിക്കും. പിന്നീട് ഈ ഘോഷയാത്രകൾ ഓരോന്നായി ഈ അത്തനഗറിൽ നിന്ന് ഈ രാജവീതി മുഴുവൻ കറങ്ങി തിരികെ ഈ അത്തനഗറിൽ തന്നെ പ്രവേശിക്കുകയും ചെയ്യും.